വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നലെ ഞാൻ എവിടെയായിരുന്നു നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്ത് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉത്രാടം, അതായത് ഓണത്തിൻ്റെ തലേദിവസമാണ്. അപ്പം നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട്, ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടിയാണ് ഇത്തവണത്തെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്താ കറികളാണെന്നുണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് നാളെ അധികം സമയം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഞ്ചിക്കറി വെക്കണം, പിന്നെ പരിപ്പ് കറി വെക്കാനുള്ള പരിപ്പ്, അതായത് പയറ് നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കണം, മോരുകറി ഉണ്ടാക്കണം, പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കണം, പിന്നെ പയറും വാഴക്കയും കൂടി ഇട്ടിട്ട് ഒരു കൂട്ടുകറി പോലെ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് വേറെന്താ, ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അത്തപ്പൂ ഇടണം, പൂ ഇന്നലെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, അപ്പോൾ അതുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വഴിയെല്ലാം കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇനി നമുക്ക് ബാക്കി നാളെ ഉണ്ടാക്കണം. ചോറുണ്ടാക്കണം, പപ്പടം വെക്കണം, പായസം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. പരിപ്പ് വെക്കണം. പിന്നെ നമുക്ക് ഫ്ലവർ ഇടാം. അപ്പോൾ ഫ്ലവർ ഇടുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അത്തപ്പൂ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനൊരു ചെറിയ ഡിസൈനും വരച്ച് വെച്ചു. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത കറിയൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചത് ഓൾറെഡി. ഇത് ഒരു കൂട്ടുകറി പോലത്തെ ഒരു കറി. ഇത് ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് തോരൻ, പിന്നെ മോരുകറി, തീയല്, ക്യാബേജ് തോരൻ ആൻഡ് സാമ്പാർ. ഇത്രയും നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തു. ഹാപ്പി ഓണം. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. അപ്പോൾ നമ്മുടെ ഓണം സെലിബ്രേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഗെറ്റപ്പ്. സോ ഇവിടെ മൊത്തം മെസ്സി ആയിട്ട് എടുക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു ചെറിയ പ്രസ്സിൻ്റെ നോസ് പിൻ മേടിച്ചു, പിന്നെ ഒരു നെക്ലസ് ഓക്സിഡൈസ്ഡ്, പിന്നെ ഒരു കമ്മൽ, ആൻഡ് ദെൻ ഒരു വള. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓണം. പൂക്കളം പുറകിലുണ്ട്. അത് കുറച്ചൊക്കെ വാടാൻ തുടങ്ങി, ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മുടെ അത്തപ്പൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. പിന്നെ നമ്മുടെ സദ്യ നമ്മൾ വിളമ്പാൻ നേരത്തെ കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെയൊക്കെ ഓണം ഇങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു. പിന്നെ നമ്മൾ ഇനി അടുത്ത സദ്യയുടെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അത്ര തന്നെയുള്ളൂ.
കേട്ടോ.